ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. പട്ടാമ്പി തൃത്താല പാതയിലെ VK കടവിൽ അപകട ഭീഷണി ഉയർത്തി റോഡരികിലെ ഉണങ്ങിയ മരം. 11 kV വൈദ്യുതി ലൈനിന് സമീപമാണ് ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന അവസ്ഥയിലുള്ള മരത്തിന്റെ നിൽപ്പ്. കഴിഞ്ഞ ദിവസം മരത്തിന്റെ കൊമ്പ് പൊട്ടി വീണ് തൊട്ടടുത്ത വീട്ടിലെ ഗൃഹനാഥൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. തൃത്താല VK കടവ് പാതയിലെ KR നാരായണ റോഡിന് എതിർവശത്തായാണ് ഏതു നിമിഷവും റോഡിലേക്ക് പൊട്ടിവീഴാറായ ഉണങ്ങിയ മരം നിലകൊള്ളുന്നത്. നിരവധി വർഷങ്ങളായി ഉണങ്ങി നിൽക്കുന്ന മരം ഇപ്പോൾ പൂർണ്ണമായും ദ്രവിച്ച നിലയിലാണ്. ഇതോടെ ഓരോ ദിവസവും മരത്തിന്റെ ചെറുതും വലുതുമായ കൊമ്പുകൾ റോഡിലേക്കും റോഡരികിലെ വീടുകളിലേക്കും പൊട്ടി വീഴുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മരത്തിന്റെ വലിയൊരു കൊമ്പ് പൊട്ടി വീണിരുന്നു. തലനാരിഴക്കാണ് ഈ അപകടത്തിൽ നിന്നും തൊട്ടടുത്ത വീട്ടിലെ ഗൃഹനാഥൻ രക്ഷപ്പെട്ടത്. മരത്തിനോട് ചേർന്ന് 11 kW വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. ഇതും അപകട സാധ്യത ഇരട്ടിയാക്കുകയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്ന് തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം PV മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു. PWDക്കും KCBക്കും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ KSEB അതിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് നിരവധി പ്രാവശ്യം പറഞ്ഞതാണ്. അതിവിടെ ഏറ്റവും വലിയ 11 kV വൈദ്യുതി പോകുന്ന ആ മരത്തിൻ്റെ ചുവട്ടിലൂടെയാണ് ആ കമ്പി പോകുന്നത്. നിലവിലുള്ള മറ്റേ വൈദ്യുതി കമ്പികൾക്ക് പുറമെ 11 kV ഒരു കരണ്ട് പോകുന്ന ലൈനുള്ള ആ മരത്തിൻ്റെ ചുവട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ആരും തന്നെ അത് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലക്കുന്നുണ്ട്. കരണ്ട് ഏത് സമയത്തും ഇലക്ട്രിസിറ്റി ഏത് സമയത്തും ഓഫാക്കി തരാം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് മുറിച്ചു മാറ്റാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും കൈയൊഴിയുന്ന രീതിയിലാണ് പോകുന്നത്. നിങ്ങൾ മുറിച്ച് മാറ്റിക്കോളൂ എന്ന ഒരു അധികാരിയുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമാണ് ഇതുവരെ കേൾക്കുന്നത്. ഏതായാലും വലിയ അപകട സാധ്യതയുള്ള അവിടെയാണ് ആ മരത്തിൻ്റെ ചുവട്ടിലാണ് വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സിൽ കയറ്റുന്നതിന് വേണ്ടി എൻ്റെ രക്ഷിതാക്കളടക്കം രാവിലെയും വൈകുന്നേരത്തും ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. ചില സമയങ്ങളിൽ അതിന് കൊമ്പുകൾ വീഴാറുണ്ട്. ആരുടെയും ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് സമയത്തും വീഴുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആ മരം മുറിച്ചു മാറ്റണമെന്ന് തന്നെ ഒരു ജനപ്രതി എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും കടകളിലേക്കും തൊട്ടടുത്ത കല്യാണ മണ്ഡപത്തിലേക്കും ഉൾപ്പെടെ കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും ഈ ഉണങ്ങിയ മരത്തിനടിയിലൂടെ അപകടയാത്ര നടത്തുന്നത്. സമീപത്തെ വീടുകൾക്കും മരം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മരത്തിന്റെ പൊട്ടിവീണ കൊമ്പിനടിയിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് സമീപത്തെ വീട്ടിലെ ഗൃഹനാഥൻ K ബഷീറും പറഞ്ഞു. മരം മുറിച്ചു മാറ്റുവാനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം.